ഇത് ഐസ്ക്രീം അല്ല കേട്ടോ, നല്ല കട്ട തൈര്, അതും വീട്ടിൽ തയ്യാറാക്കിയത്. ഒട്ടും തരിതരിപ്പൊന്നുമില്ലാതെ ഐസ്ക്രീം പോലെ തന്നെ നല്ല ക്രീമി ആയിട്ടുള്ള കട്ട തൈര്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണണ്ടേ? ഫ്രണ്ട്സ്, നെല്ലിൻ്റെ അവർഗീസ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിത് തയ്യാറാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് പാൽപ്പൊടിയാണ്. നെസ്ലെ എവരിഡേ മിൽക്ക് പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് തന്നെ വേണമെന്നില്ല, ഏതായാലും മതി. ഇനി നമ്മുടെ സാധാരണ ഫ്രഷ് ആയിട്ടുള്ള പാൽ വെച്ച് നമുക്കിത് തയ്യാറാക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ഞാൻ ഇടയ്ക്ക് പറയാം. ഞാനിപ്പോൾ 250 ml വരുന്ന ഒരു കപ്പിന് 2 കപ്പ് പാൽപ്പൊടി വെച്ചാണ് ഇത് തയ്യാറാക്കുന്നത്. 1 കപ്പ് പാൽപ്പൊടിക്ക് 3 കപ്പ് വെള്ളം എന്ന രീതിയിൽ വേണം ചേർക്കാനായിട്ട്. ഞാനിപ്പോൾ 2 കപ്പ് എടുത്തത് കൊണ്ട് 6 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. ആദ്യം 3 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. വെള്ളം ചേർക്കുമ്പോൾ ഇളം ചൂടുവെള്ളം വേണം ആദ്യം ചേർക്കാനായിട്ട്. കാരണം ഈ പാൽപ്പൊടി ഒന്ന് നമുക്ക് അലിയിച്ചെടുക്കാനായിട്ട്. പച്ചവെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇത് കട്ട പിടിച്ച് ഉരുണ്ടുരുണ്ട് അവിടെ ആയിട്ട് കിടക്കും. ഇളം ചൂടുവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കട്ടകളില്ലാതെ ഇത് വേഗം നന്നായിട്ട് അലിയിച്ചെടുക്കാൻ പറ്റും. നന്നായിട്ടൊന്ന് അലിയിച്ചെടുത്തതിന് ശേഷമാണ് ഞാൻ ബാക്കി 3 കപ്പ് വെള്ളം ചേർക്കുന്നത്. ഇനി നിങ്ങൾ ഫ്രഷ് ആയിട്ടുള്ള പാലാണ് എടുക്കുന്നതെങ്കിൽ 3 കപ്പ് പാലിന് 1 കപ്പ് വെള്ളം എന്ന രീതിയിൽ വേണം ചേർക്കാനായിട്ട്. ഇതിൻ്റെ നേരെ തിരിച്ച്. ഇനി ഇതെല്ലാം ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കത് തിളപ്പിച്ചെടുക്കണം. അടുപ്പത്ത് വെച്ച് തിളപ്പിക്കുമ്പോൾ ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ച് തിളപ്പിക്കുക. പക്ഷേ കൈവിടാതെ ഇളക്കി കൊടുത്ത് നന്നായിട്ട് കോരി ഒഴിച്ച് പതപ്പിച്ചെടുക്കണം. പാൽപ്പൊടി ആയാലും പാലായാലും ചിലപ്പോഴൊക്കെ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഇവിടെ പാലൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ പാല് അല്ലെങ്കിൽ പാൽപ്പൊടി എടുത്ത് അതേ കപ്പിന് 1/2 കപ്പ് തൈര് ചേർക്കണം. റൂം ടെമ്പറേച്ചറുള്ള തൈരായിരിക്കണം ചേർക്കേണ്ടുന്നത്. തൈര് ചേർത്തിട്ട് ഇനി ഇത് നമ്മൾ സാധാരണ വെക്കുമ്പോൾ ഇങ്ങനെ തന്നെ അങ്ങ് വെക്കുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് മിക്സിയുടെ ജാറിലിട്ടതൊന്ന് അടിച്ചിട്ടാണ് ഫെർമെൻറ്റേഷനായിട്ട് വെക്കുന്നത്. അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാല് കാച്ചിയെടുക്കുമ്പോൾ അതിൽ പാട വരാനുള്ള ചാൻസ് ഉണ്ടല്ലോ. അവിടെയായിട്ട് ഇങ്ങനെ കട്ടയായിട്ടൊക്കെ ഇരിക്കില്ലേ, ആ പാടകളൊക്കെ മാറി ഒട്ടും തരിതരിപ്പില്ലാതെ നല്ല ക്രീമി സിൽക്കി ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് മിക്സിയുടെ ജാറിലിട്ട് അടിക്കുന്നത് കേട്ടോ. അങ്ങനെ അടിച്ചെടുത്ത് തൈര് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ച് ഫെർമെൻറ്റേഷനായിട്ട് മാറ്റി വെക്കണം. കുറഞ്ഞതൊരു 6 മണിക്കൂർ ഇരിക്കുമ്പോഴേക്കും ഇത് നല്ല സൂപ്പറായിട്ട് സെറ്റായി കിട്ടും. കണ്ടില്ലേ, ഒട്ടും വെള്ളമയം ഒന്നുമില്ല, നല്ല ഐസ്ക്രീം പോലെ സിൽക്കി ആയിട്ട് കട്ടയായിട്ടാണ് ഇരിക്കുന്നത്. കടകളിൽ നിന്ന് വാങ്ങുന്ന തൈരിനെക്കാട്ടിലും നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാനും പറ്റും. ഉറപ്പായും നിങ്ങൾ ഈ രീതിയിൽ തൈര് ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വേഗം കാണാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ്, ലിൻഡ വർഗീസ്.